അവിടെ അത്യാവശ്യം നല്ലൊരു ഗട്ടർ വന്ന് കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബ്രേക്ക് ഔട്ട് വേഗം കുറച്ച് കുറയ്ക്കും, നല്ലോണം കുറയ്ക്കും നല്ലോണം. ഇനി ക്ലച്ച് പെട്ടെന്ന് വിട്ട് ബ്രേക്കിന്ന് വിട്ടേക്കും. സെക്കൻഡ് ഹാഫ് ക്ലച്ചിൽ പതുക്കെ നിർത്തിക്കണം. പതുക്കെ ഹാഫ് ക്ലച്ച് നിർത്തിക്കും. പതുക്കെ ആക്സിലേഷൻ കൂടെ കൊടുത്ത് ക്ലച്ചിന് വിട്ടുകൊടുക്കും. പതുക്കെ മതിയല്ല. ഞാൻ ആക്സിലേറ്റർ കൊടുത്തില്ല, ക്ലച്ചിനും വിട്ടില്ല, രണ്ടും ചവിട്ടി നിർത്ത്. ഫസ്റ്റ് ഇട്ട് എടുക്കാം. ഇനി പതുക്കെ ക്ലച്ചിന്ന് വിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുത്ത് ക്ലച്ചിന് പതുക്കെ വിട്ടു. ആക്സിലേറ്റർ കുറയ്ക്ക്, ക്ലച്ച് വിട്ട് ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഇട്. ബ്രേക്കിന് കാര്യം മാറ്റില്ലടാ, ബ്രേക്ക് ഔട്ടറാ. ഞാൻ പറയട്ടെ. ഇനി ക്ലച്ചിന്ന് പതുക്കെ വൈബ്രേഷനിൽ നിർത്ത്. പതുക്കെ ആക്സിലേഷൻ കൊടുക്കണം, പതുക്കെ ക്ലച്ചിന്ന് വിടണം. പതുക്കെ ആക്സിലേഷൻ കൊടുക്കും, പതുക്കെ റിലാക്സ്. ആക്സിലേഷൻ കൊടുക്കാനടാ, ആക്സിലേറ്റർ പതുക്കെ കൊടുക്കും. പതുക്കെ കൊടുക്കണം, പതുക്കെ കൊടുക്ക്. ക്ലച്ചിന്നും പതുക്കെ വിട്ടുകൊടു. പതുക്കെ കൊടുത്തോണ്ടിരിക്കും. ക്ലച്ചിന്ന് എങ്ങനെയാടാ വിടണ്ട? നീ എങ്ങനെ വിടുന്നത്? എന്തിനാ അത്രയും സ്പീഡ് വിടുന്നത്? ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോഴും നീ ബ്രേക്കിന്നാണ്. നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ സമാധാനത്തിൽ ചെയ്താൽ മതി. ഞാൻ നിന്നെ ഹർബറി ആക്കുന്നുണ്ടാ? ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടാ? നീ എന്തിനാ ഇരുന്ന് ടെൻഷൻ ആക്കി? ഒന്ന് പറഞ്ഞു തന്നെ എനിക്ക്. ഒന്ന് പറഞ്ഞോ? നീ റിലാക്സ് ചെയ്യ്, സമാധാനപ്പെട്. പതുക്കെ ക്ലച്ചിന്ന് വിട്ട് ഹാഫ് ക്ലച്ച് നിർത്ത്. വൈബ്രേഷൻ വന്നില്ല, വൈബ്രേഷൻ നിർത്താം. നീ ബ്രേക്കിന്ന് വിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുത്തോണ്ടിരിക്കും. ബൈക്കിൽ അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവയിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അതനുസരിച്ച് കളച്ച് പതുക്കെ വിട്ടു. ആക്സിലേറ്റർ കുറയ്ക്കരുത്, പതുക്കെ കൊടുത്തോണ്ടിരിക്കും. ആക്സിലേറ്റർ കൊടുത്തോണ്ടിരിക്കുക പതുക്കെ. ഇത്രേ ഉള്ളൂ സംഭവം, മനസ്സിലായ? ഇതിപ്പോ ഞാൻ ക്ലച്ച് വാങ്ങി അങ്ങ് കയറിപ്പോവും. നിനക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സമയം എന്ത് ചെയ്യുന്നത്, ടൈം എടുത്ത് ഓരോ തവണ ഓഫ് ആകുമ്പോഴും അതിനനുസരിച്ച് റിലാക്സ് ചെയ്ത് പഠിപ്പിക്കുന്നത്, മനസ്സിലായ? എന്നിട്ട് നീ ഇരുന്ന് ടെൻഷൻ ആവുക. ഇപ്പോട്ടെ.